ഫാദർ തരിയൻ ഞാളിയത്തിന് ഇന്ററിം ഓർഡർ ലഭിച്ചു. എറണാകുളം കത്തീഡ്രൽ ബസിലിക്കയിൽ നിയമവിരുദ്ധമായി അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഫാദർ തരിയൻ ഞാളിയത്തിന് കോടതിയിൽ നിന്നും ജീവന് സംരക്ഷണം ലഭിച്ചുകൊണ്ടുള്ള കോടതി ഇന്ററിം ഓർഡർ ലഭിച്ചതായി മനസ്സിലാക്കുന്നു. ഈ ഒരു കാര്യം ആഘോഷമാക്കുന്നവരുണ്ട് എന്നും അറിഞ്ഞു. ഇന്ത്യൻ നീതി വ്യവസ്ഥയിൽ ആര് തന്നെ തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് കോടതി മുൻപാകെ അപേക്ഷിച്ചാൽ പ്രഥമ ദൃഷ്ടിയാൽ ഇന്ററിം ഓർഡറായിട്ട് അത് നൽകും. കോടതിയുടെ അവധിക്ക് ശേഷം ഇതിന്റെ വാദം നടക്കുമ്പോൾ ആ ഓർഡർ പിൻവലിക്കുകയും ചെയ്തെന്നിരിക്കാം. പിൻവലിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ഇത്തരത്തിൽ ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ വാങ്ങിച്ചിരുന്നു. അതുപോലെ ഫാദർ ആന്റണി പോതുവേലി പ്രൊട്ടക്ഷനായി ആവശ്യപ്പെടുകയും വാദം കഴിഞ്ഞപ്പോൾ പ്രൊട്ടക്ഷൻ നൽകില്ല എന്നുള്ള തീരുമാനത്തിലേക്കും കോടതി എത്തി. ജീവന് ഭീഷണിയുണ്ട്, അതിന് പ്രൊട്ടക്ഷൻ പോലീസ് നൽകണം, അതിൽ ആർക്കും തർക്കമില്ല. ഓരോരുത്തരുടെയും ജീവൻ അമൂല്യമാണ്. പക്ഷേ ആ കൽപ്പന ഉപയോഗിച്ച് കുർബാന തിരിഞ്ഞു നിന്ന് ചൊല്ലുവാനോ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള അതേ കോടതിയിൽ ഉത്തരവുള്ള പള്ളിയിൽ കുർബാന അർപ്പിക്കുവാനോ ഫാദർ തരിയന് കഴിയുകയില്ല. ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ദുരുപയോഗം ചെയ്ത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുകയും രാഷ്ട്രീയ അധികാരികളോ മെത്രാന്മാരോ അതിനു പുറകിൽ ചെരടുവലികൾ നടത്തി ഈ കോടതി ഉത്തരവിനെ തന്നെ കുർബാന അർപ്പിക്കുവാനുള്ള ഉത്തരവായി ദുരുപയോഗം ചെയ്യാതിരിക്കാനാണ് പൊതുസമൂഹവും ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുന്ന എല്ലാ പൗരന്മാരും ശ്രദ്ധിക്കേണ്ടത്. ഈ ഉത്തരവ് ഉപയോഗിച്ച് അതിനാൽ ഫാദർ തരിയൻ ഞാളിയത്തിന് മറ്റുള്ളവരെ അപഹസിക്കുന്നതിനോ തെറി വിളിക്കുന്നതിനോ തന്റെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പള്ളിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുവാനുള്ള ലൈസൻസായി എടുത്താൽ അത് ബസിലിക്ക ഇടവകയിൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത മുഴുവനും അത് വലിയ ബഹളത്തിന് കാരണമാകും. കാരണം കത്തീഡ്രൽ പള്ളി എന്ന നിലയിൽ അത് ഈ അതിരൂപതയുടെ മാതൃഭവനമാണ്. ഈ അതിരൂപതയിലെ എല്ലാ വിശ്വാസികൾക്കും ആ ഭവനത്തിൽ പ്രത്യേകമായ അവകാശമുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ എല്ലാവരും ജാഗ്രതയോടെ വീക്ഷിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഫാദർ തരിയൻ ഞാളിയത്ത് കോടതിയോട് തന്റെ ജീവനും സ്വത്തിനും പള്ളിയിൽ തനിക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന അധികാരങ്ങളുടെ വിനിയോഗത്തിനും കർമ്മങ്ങൾ ചെയ്യുന്നതിനുമുള്ള സംരക്ഷണം ആവശ്യപ്പെട്ടെങ്കിലും കോടതി ജീവനുള്ള സംരക്ഷണം മാത്രമേ നൽകിയിട്ടുള്ളൂ. കോടതിയോട് യഥാർത്ഥത്തിൽ ഫാദർ തരിയൻ ഞാളിയത്ത് ആവശ്യപ്പെട്ടത് വികാരി എന്ന നിലയിലും ട്രസ്റ്റിമാരെന്ന നിലയിലുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സംരക്ഷണമാണ്. പക്ഷേ ഫാദർ തരിയൻ ഞാളിയത്ത് അവിടുത്തെ വികാരിയല്ലെന്നും മോൺസിഞ്ഞോർ ആന്റണി നരികുളം അച്ഛൻ തന്നെയാണ് ഇപ്പോഴും അവിടെ വികാരിയെന്നും മാത്രമല്ല പാരിഷ് കൗൺസിലിനെയും പൊതുയോഗത്തെയും വകവയ്ക്കാതെ തന്നിഷ്ടപ്രകാരം ബിഷപ്പ് ബോസ്കോ പുത്തൂർ നിയമിച്ച കൈക്കാരന്മാരെ ഇടവക സമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളതും സത്യമാണ്. എന്നിരിക്കെ കോടതി തരിയൻ ഞാളിയത്തിന് ജീവനുള്ള സംരക്ഷണം മാത്രമേ ഇന്ററിം ഓർഡറായി നൽകിയിട്ടുള്ളൂ.